അഞ്ചൽ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇമാജിൻ ചെയ്യാം. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 13 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഈ 13 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും 13 ഗ്രാമപഞ്ചായത്തിന്റെയും 13 പ്രസിഡന്റുമാരുണ്ട് അല്ലെ. ഓരോ ഗ്രാമപഞ്ചായത്തിനും ഓരോ പ്രസിഡന്റ് വെച്ച് 13 പ്രസിഡന്റുമാരുണ്ട്. ഈ 13 പ്രസിഡന്റുമാര് എവിടുത്തെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും? അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഇത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മളിന്ന് LSTS മെയിൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടന്റ് ഡിസ്കഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾക്ക് 2 മാർക്ക്, ഏറ്റവും കുറഞ്ഞത് 2 മാർക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. സോ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ നിങ്ങളുടെ പേപ്പർ 2 സിലബസിലെ പേപ്പർ 2-ലെ ഒരു മൊഡ്യൂളാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. 15 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു മൊഡ്യൂളിനുള്ളത്. ഈ മൊഡ്യൂളിനുള്ളിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ LSTs, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ വാട്ട് ആർ ദോസ് ഫീച്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി നൽകിയത് വഴി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈവന്നിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആസ്പെക്റ്റിലാണ് പഠിക്കേണ്ടത്. കമ്പൽസറി പ്രൊവിഷൻസ് ഏതൊക്കെയാണ്, ഓപ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൊക്കേഷണൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണ്. അതായത് സംസ്ഥാനങ്ങൾ ഈ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് നിയമനിർമ്മാണം നടത്തി വേണം സംസ്ഥാനങ്ങളിൽ റൂറൽ അല്ലെങ്കിൽ അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമ നഗര മേഖലകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ മസ്റ്റായും പാലിച്ചിരിക്കേണ്ട കമ്പൽസറി പ്രൊവിഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ യുക്തി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് സംസ്ഥാനങ്ങൾക്ക് സേ ഉള്ള ഓപ്ഷണൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണ്. അപ്പോൾ 2 ആസ്പെക്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കമ്പൽസറി ആസ്പെക്റ്റ്, അതുപോലെ തന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനാധിപത്യ പ്രാതിനിധ്യം നിങ്ങളൊന്ന് ആലോചിച്ചേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനാധിപത്യ പ്രാതിനിധ്യം എന്ന് പറയുമ്പം നമ്മൾ അതിനെ എങ്ങനെ കാണേണ്ടത്? സിംപ്ലി അത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് മാത്രമല്ല നിങ്ങളതിനെ കാണേണ്ടത്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആണ്. പ്ലസ് അതിൻ്റെ അകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സിലബസിൽ ഉൾപ്പെടെ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു ടെർമിനോളജിയാണ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി. റെപ്രസെൻറ്റേറ്ററി ഡെമോക്രസിയേക്കാൾ അധികം പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിക്കുള്ള സാഹചര്യമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പൽസറി പ്രൊവിഷൻസ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൈവന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ 92-ലൊന്നും അല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത്. നമുക്കറിയാം ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി റിപ്പോർട്ട്. അതിനുശേഷം രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു നഗൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ആദ്യത്തെ പഞ്ചായത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അതിനുശേഷം അതിൻ്റെ ഒരു നാൾ വഴി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ LST ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രോത്ത് ഫേസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിൻ്റെ ഒരു എണ്ണത്തിലാണെങ്കിലും സംസ്ഥാനങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 59 മുതൽ 65 വരെ ഒരു ഗ്രോത്ത്, പിന്നെ അതിനുശേഷം ഒരു സ്റ്റാഗ്നൻസി, 65 മുതൽ 69 വരെ ഒരു സ്റ്റാഗ്നൻസി പീരീഡ്, പിന്നെ ഡിക്ലൈൻ ആണ്. 92 വരെ ഇതിൻ്റെ ഒരു ഡിക്ലൈൻ സ്റ്റേജ് ആണ്. നമുക്കറിയാം 92-ൽ ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, റീസർജ് ചെയ്തു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റീസറക്റ്റ് ചെയ്തു. അപ്പോൾ റീവൈറ്റലൈസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഡിക്ലൈൻ ഉണ്ടാവുകയും ആ ഡിക്ലൈനിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റുകൾ കമ്മിറ്റികളെയും കമ്മീഷൻസിനെയും അപ്പോയിൻറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ റീവൈറ്റലൈസ് ചെയ്യുകയും ചെയ്തൊരു കാലഘട്ടമാണ് 90s എന്ന് പറയുന്നത്. ആ റീവൈറ്റലൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചു എന്നുള്ളത്. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1986 രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റിന്റെ സമയത്ത് രാജീവ് ഗാന്ധിയുടെ പ്രൈം മിനിസ്റ്റർഷിപ്പിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. ഈ LM സിംഗ്വി കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് നൽകണം എന്നുള്ള റെക്കമെൻഡേഷൻ വെച്ചത്.
അങ്ങനെ 73-ാമത്തെയും 74-ാമത്തെയും ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ LMCB കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണ്ട് ഈ ഗ്രാഫ് വെച്ച് തന്നെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. ഗ്രോത്ത്, സ്റ്റാഗ്നേഷൻ, പിന്നെ ഡിക്ലൈൻ. ഈ ഡിക്ലൈൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ റീവൈറ്റലൈസ് ചെയ്യണം. അപ്പം LMCBയുടെ സജഷൻ തന്നെ റീവൈറ്റലൈസേഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ എന്നാണ്. എന്താണ്? റീവൈറ്റലൈസേഷൻ ഓഫ് LSG ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. എന്തിൻ്റെ? അപ്പം LMCBയെ നിങ്ങൾ ഈ ഗ്രാഫ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുക. ഗ്രോത്ത്, സ്റ്റാഗ്നേഷൻ, അതുപോലെ തന്നെ ഡിക്ലൈൻ. ഈ ഡിക്ലൈൻ ഉണ്ടായ സമയത്ത് 86-ലാണ് ഈ കമ്മിറ്റി വരുന്നത്. അവർ സജസ്റ്റ് ചെയ്തു ആ കമ്മിറ്റി എന്ത് സജസ്റ്റ് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി നൽകണമെന്ന് സജസ്റ്റ് ചെയ്തു. അങ്ങനെ 73-ാമത്തെയും 74-ാമത്തെയും ഭരണഘടനാ ഭേദഗതി നടപ്പിലായി. 92-ൽ നടപ്പിലായി. തൊട്ടടുത്ത വർഷം തൊട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തി. ഈ ഭരണഘടനയിലുണ്ടായ ഭേദഗതിക്ക് അനുസരിച്ച് അതത് സംസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള തദ്ദേശ സ്വയംഭരണ ആക്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇവിടെ സംസ്ഥാനങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട പ്രൊവിഷൻസിനെയാണ് നമ്മൾ കമ്പൽസറി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അത്തരം കമ്പൽസറി പ്രൊവിഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഫിനാൻസ്, മെമ്പേഴ്സ്, ചെയർപേഴ്സൺ ആരായിരിക്കണം, അവരെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, റിസർവേഷൻ, ഇതെല്ലാം കമ്പൽസറി പ്രൊവിഷൻസ് ആണ്. ഇനി ചില ഓപ്ഷണൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. റിസർവേഷനിൽ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന്റെ റിസർവേഷൻ കമ്പൽസറി അല്ല, അത് ഓപ്ഷണൽ ആണ്. എന്നാൽ SC/ST അതുപോലെ തന്നെ സ്ത്രീകൾ, വിമൻ, ഈ റിസർവേഷൻ കമ്പൽസറി ആണ്. ഓക്കെ. അപ്പോൾ കമ്പൽസറി പ്രൊവിഷൻസ് ഇനി വരുന്ന ദിവസങ്ങളിലും ഞാൻ വീഡിയോസ് ആയിട്ട് ഇടാം. ഇന്ന് ആ കമ്പൽസറി പ്രൊവിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നമ്മൾ സൂചിപ്പിച്ച പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി അല്ലെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ ഭാഗമായിട്ട് ജനപ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഇനി പഞ്ചായത്തുകളുടെ ചെയർപേഴ്സൺസ്, മെമ്പേഴ്സും ചെയർപേഴ്സൺസും, ഇവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം, LMCB കമ്മിറ്റി റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കിട്ടിയതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം ഒരു 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത്. എന്താണ് 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ? സിംപ്ലി പഞ്ചായത്ത് അറ്റ് 3 ലെവൽസ്. പഞ്ചായത്ത് അറ്റ് 3 ലെവൽസ്. ഓക്കെ. ആ 3 ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡിസ്ട്രിക്ട് ലെവൽ, പഞ്ചായത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ, അതിനെ വിളിക്കുന്ന പേര് ജില്ലാ പരിഷത്ത് എന്നാണ്. ജില്ലാ പരിഷത്ത്. ഇനി പഞ്ചായത്ത് അറ്റ് ബ്ലോക്ക് ലെവൽ, അതിനെ വിളിക്കുന്ന പേര് പഞ്ചായത്ത് സമിതി എന്നാണ്. ആൻഡ് പഞ്ചായത്ത് അറ്റ് വില്ലേജ് ലെവൽ, അതാണെന്ത്? ഗ്രാമപഞ്ചായത്ത്. ഇത് മൂന്നുമാണ് പഞ്ചായത്തുകൾ. 3 ടയർ പഞ്ചായത്തിലെ ജില്ലാ പരിഷത്ത് ഒരു പഞ്ചായത്താണ്, പഞ്ചായത്ത് സമിതി ഒരു പഞ്ചായത്താണ്, പഞ്ചായത്താണ്. ഇത് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ പേര് മാറ്റി വിളിക്കുന്നത്. ജില്ലാ തലത്തിലുള്ളതാണ് ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് തലത്തിലുള്ളതാണ് പഞ്ചായത്ത് സമിതി, വില്ലേജ് തലത്തിൽ വരുമ്പോഴാണ് ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. സോ ഇതാണ് സ്ട്രക്ചർ. ഇതിനെയാണ് ഈ 3 ടയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ 3 ടയർ സ്ട്രക്ചറിലേക്ക് അംഗങ്ങളുമുണ്ട്. ഓരോ ഘട്ടത്തിലും ആ സമിതിക്ക് ഒരു ചെയർപേഴ്സണും ഉണ്ട്, ആ ഭരണസമിതിക്ക് ഒരു ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സണും ഉണ്ട്. സോ അവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അവിടുത്തെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് അല്ലെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ഇമാജിൻ ചെയ്തേ. ഒരു ജില്ലാ പരിഷത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ. ജില്ലാ പരിഷത്തിനുള്ളിലാണ് എന്ത് വരുന്നത്? പഞ്ചായത്ത് സമിതികൾ വരുന്നത്. ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതികൾ വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മളൊരു ജില്ല എടുത്തു. ജില്ലയ്ക്കുള്ളിൽ 1, 2, 3, 4, 5 ബ്ലോക്കുകൾ അല്ലെ 5 പഞ്ചായത്ത് സമിതികളുണ്ട്. ഈ പഞ്ചായത്ത് സമിതികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുള്ളിലാണ് എന്ത് വരുന്നത്? ഗ്രാമപഞ്ചായത്തുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ സ്ട്രക്ചർ ഒന്ന് ഇമാജിൻ ചെയ്തേ. ഇതാണ് 3 ടയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതികൾ, അതിനുള്ളിൽ എന്ത് വരും? വില്ലേജ് പഞ്ചായത്ത് വരും, ഗ്രാമപഞ്ചായത്ത് വരും. ഓക്കെ. ദിസ് ഈസ് ദ 3 ടയർ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ശ്രദ്ധിക്കുക. ഡിസ്ട്രിക്ട് ലെവലില് ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് ലെവലില് പഞ്ചായത്ത് സമിതി, വില്ലേജ് ലെവലില് ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയാണ്
വില്ലേജ്, ബ്ലോക്ക്, ജില്ലാ തലത്തിലേക്കുള്ള മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് എലക്ഷൻ ആണോ ഇൻഡയറക്റ്റ് എലക്ഷൻ ആണോ? മനസ്സിലാക്കുക, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം ഈ 3 ടയർ ഓഫ് പഞ്ചായത്തിലും 3 പഞ്ചായത്തുകളിലും മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട ഡയറക്റ്റ് എലക്ഷൻ ആണ്. 3ലും എന്താണ്? ഡയറക്റ്റ് എലക്ഷൻ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഓർത്തിരിക്കുക. 3 ലെവലിലും എന്ത് എലക്ഷൻ ആണ്? ഡയറക്റ്റ് എലക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു സംശയം വേണ്ട. ഒരു ഘട്ടത്തിൽ പോലും എന്തില്ല? ഇൻഡയറക്റ്റ് എലക്ഷൻ ഇല്ല. സോ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് വില്ലേജ്, ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും ഡയറക്റ്റ് എലക്ഷനിലൂടെയാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ബ്ലോക്ക് തലത്തിലും ജില്ലാ പഞ്ചായത്തിലും ജില്ലാ പരിഷത്തിലും ഡയറക്റ്റ് ആയിട്ട് എലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾക്ക് പുറമെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും കൂടെ കാണും. ആരും കൂടെ കാണും? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും കൂടെ കാണും. ഞാൻ ഈ പറയുന്നത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള കമ്പൽസറി പ്രൊവിഷനാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് എഴുതുകയാണ്. ഗ്രാമപഞ്ചായത്ത് ലെവലിലില്ല, പക്ഷേ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് പുറമെ ആരും കൂടെ കാണും? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും കൂടെ കാണും. ആരാണ് ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. വ്യക്തമല്ലേ? 3 തലത്തിലും 3 ഘട്ടത്തിലും 3 ലെവലിലും ഡയറക്റ്റ് എലക്ഷൻ ആണ്. എന്ത്? മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷന്റെ മോഡ് ഡയറക്റ്റ് എലക്ഷൻ ആണ്, ഇൻഡയറക്റ്റ് എലക്ഷൻ അല്ല. ഡയറക്റ്റ് എലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജനങ്ങൾ നേരിട്ട് വോട്ടിട്ട് തിരഞ്ഞെടുക്കുക എന്നല്ലേ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇലക്ടറേറ്റ് ഉണ്ട്. അതായത് ആ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്രാമസഭയായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മീൻസ് ഇത് മൂന്നും ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ? ഗ്രാമപഞ്ചായത്തുകൾ കൂടുന്നതാണെന്ത്? പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ അടങ്ങിയതാണെന്ത്? ജില്ലാ പഞ്ചായത്ത്. അപ്പം അതിന്റെ ഏറ്റവും ഗ്രാസ് റൂട്ടിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമസഭ, ഇതെല്ലാം ഇവിടെ എല്ലാം വോട്ട് ചെയ്യുന്ന ഇലക്ട്രേറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭ എന്നങ്ങ് പറഞ്ഞാൽ മതി. ഗ്രാമസഭയാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ഗ്രാമസഭയിലെ അംഗങ്ങളാണ് എന്ത് പങ്കെടുക്കുന്നത്? ഡയറക്റ്റ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരാണ്? വോട്ടവകാശമുള്ള പൗരന്മാരാണ് ഗ്രാമസഭയിലെ അംഗങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, സോ അവരാണ് ഇലക്ട്രേറ്റ് എന്നത് ഓർക്കുക. അപ്പൊ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൗട്ടും വേണ്ട. ഇനി നമ്മൾ പഠിക്കാനുള്ളതാണ് ചെയർപേഴ്സൺ അല്ലെ ചെയർമാൻ. ഗ്രാമപഞ്ചായത്തിൽ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലാക്കുക, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അതായത് വേണമെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ നേരിട്ട് മത്സരിക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാം. ഇത് അതത് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതത് സംസ്ഥാനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ലെവലിൽ ചെയർപേഴ്സന്റെ തെരഞ്ഞെടുപ്പ് രീതി ഡയറക്റ്റ് ആയിരിക്കണോ ഇൻഡയറക്റ്റ് ആയിരിക്കണോ എന്ന് തീരുമാനം എടുക്കേണ്ടത് ആരാണ്? തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമനിർമ്മാണമാണ്. അപ്പം ഗ്രാമപഞ്ചായത്ത് ലെവലിൽ എലക്ഷൻ, ചെയർപേഴ്സണിന്റെ എലക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റും ആവാം ഇൻഡയറക്റ്റും ആവാം. ഇനി ബ്ലോക്ക്, അതായത് പഞ്ചായത്ത് സമിതി അതുപോലെ തന്നെ ജില്ലാ പരിഷത്ത്, ഈ 2 ലെവലിലും ഇൻഡയറക്റ്റ് എലക്ഷൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെമ്പേഴ്സും ചെയർപേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷന്റെ രീതി. ഇതാണ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 3 ടയർ ഓഫ് പഞ്ചായത്തുകളിലും ഡയറക്റ്റ് എലക്ഷൻ ആണ്. ചെയർപേഴ്സണെ സംബന്ധിച്ച് വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ വരുമ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആവാം. അത് അതത് സംസ്ഥാനങ്ങളുടെ ലോ അനുസരിച്ച്, സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് വേണം നടപ്പിലാക്കാനുള്ളത്. ഇനി കമ്പൽസറി പ്രൊവിഷൻ പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ഇൻഡയറക്റ്റ് എലക്ഷനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി ഞാൻ പറഞ്ഞൊരു എക്സ്ട്രാ പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് 3 ടയർ സിസ്റ്റമാണ്. 3 ടയർ സിസ്റ്റം ആണെങ്കിലും ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇമേജ് നിങ്ങളുടെ അടുത്ത് വരച്ച് പഠിക്കാൻ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിനുള്ളിൽ ബ്ലോക്കുകൾ, ജില്ലാ പഞ്ചായത്തിനുള്ളിൽ 4 ബ്ലോക്കുകളുണ്ട്. 4 ബ്ലോക്കുകൾക്കുള്ളിലാണ് എന്ത് വരുന്നത്? ഗ്രാമപഞ്ചായത്തുകൾ വരുന്നത്. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേരിയബിളി അല്ലെങ്കിൽ ലിറ്ററലി ഗ്രാമപഞ്ചായത്തും ഈ പറയുന്നത് പോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുകളും എന്തായിരിക്കണം? ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കണം. ആ ഇൻറ്റഗ്രേഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ്
നമ്മൾ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരായിരിക്കണം? അത് ഗ്രാമപഞ്ചായത്തിന് ബ്ലോക്കിലുള്ള റെപ്രസെന്റേഷൻ ആയിരിക്കണം. അത് ശ്രദ്ധിച്ച്, ഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിന് പുറമെ ബ്ലോക്ക് ആയിട്ട് വരുന്നവർ എവിടുന്നുള്ള ആ ബ്ലോക്കിന് താഴെ വരുന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിന് താഴെയുള്ള ജില്ലാ പഞ്ചായത്തുകളിലെ ചെയർപേഴ്സൺസ് ആണ് എവിടുത്തെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആകുക? ആ ബ്ലോക്കിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആവുക. ആർ യു ഗെറ്റിംഗ് മീ? ഒന്നുകൂടെ പറയാം. ഒരു ബ്ലോക്കിന് താഴെയുള്ള ഗ്രാമപഞ്ചായത്തിലെ ചെയർപേഴ്സൺമാരായിരിക്കും എവിടുത്തെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആവുന്നത്? ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെ പഞ്ചായത്ത് സമിതിയിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബ്ലോക്ക് ഇമാജിൻ ചെയ്യാം. കേരളത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇമാജിൻ ചെയ്യാം. അഞ്ചൽ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇമാജിൻ ചെയ്യാം. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 13 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഈ 13 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും 13 ഗ്രാമപഞ്ചായത്തിന്റെയും 13 പ്രസിഡന്റുമാരുണ്ട് അല്ലെ? ഓരോ ഗ്രാമപഞ്ചായത്തിനും ഓരോ പ്രസിഡന്റ് വെച്ച് 13 പ്രസിഡന്റുമാരുണ്ട്. ഈ 13 പ്രസിഡന്റുമാർ എവിടുത്തെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും? അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഇത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? വില്ലേജ് റെപ്രസെന്റേഷൻ ഈസ് ഗിവൺ അറ്റ് ദ ബ്ലോക്ക് ലെവൽ. ആൻഡ് സിമിലർലി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ജില്ലാ തലത്തിലുള്ള എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരായിരിക്കും? ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു ജില്ലയ്ക്ക് താഴെ കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ടുള്ള ചെയർപേഴ്സൺസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടല്ലോ, അവരായിരിക്കും എന്ത്? ജില്ലാ പഞ്ചായത്തിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഓർത്തിരിക്കുക, മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഡയറക്ട്ലി എലക്റ്റഡ് മെമ്പേഴ്സിന് പുറമെ എന്തും കൂടെ ഉണ്ട്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ഒരു വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ ഡയറക്ട്ലി എലക്റ്റഡ് മെമ്പേഴ്സും ഉണ്ട്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും ഉണ്ട്. ഇൻഡയറക്ട് ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത്. അപ്പം ആ തെരഞ്ഞെടുപ്പിൽ ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് പങ്കെടുക്കാനോ ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനോ സാധിക്കുമോ? സാധിക്കത്തില്ല. ഈ ഇൻഡയറക്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ ഡയറക്ട്ലി എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമാണ്. ഇവരിൽ നിന്ന് വേണം എന്ത് തെരഞ്ഞെടുക്കാൻ? അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ. സിമിലർലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അങ്ങനെ വേണം തെരഞ്ഞെടുക്കാൻ. അല്ലാതെ ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് ബ്ലോക്കിൽ ഇരിക്കുന്നു എന്ന് കരുതി അവർ അടുത്ത ഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരികളാകുന്നില്ല. അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ മുഖ്യമന്ത്രി എക്സ് ഒഫീഷ്യോ പദവിയിൽ രാജ്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന സെൻട്രൽ സ്റ്റേറ്റ് ബോഡീസിലൊക്കെ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ട്. അവരെന്താവില്ല, അതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് അവിടെ റെപ്രസെന്റേഷൻ ഉണ്ട്, പക്ഷെ അവർക്ക് ഇവിടുത്തെ ഈ ഇലക്ഷനിൽ പങ്കെടുക്കാനോ അവിടുത്തെ ഒരു ഓഫീസ് ഹോൾഡർ ആവാനോ സാധിക്കത്തില്ല. ഓർക്കുക, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് പോകുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ ഇലക്ഷനിൽ പങ്കെടുത്ത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവില്ല. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. സോ ഇതൊരു ഞാനിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യം 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായിട്ടുള്ള പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ കമ്പൽസറി ആയിട്ടും സംസ്ഥാനങ്ങൾ പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഭാഗത്തുനിന്ന് ഞാൻ ഈ വരച്ച ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെ 2 ക്വസ്റ്റ്യൻ വരും. ഇനി ഇതിന്ന് ഈ ഭാഗത്തുനിന്ന് തന്നെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് അല്ലെ ചെയർമാൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കമ്പൽസറി ആയിട്ടുള്ള മറ്റ് 2 കാര്യങ്ങൾ, ഒന്ന് റിസർവേഷൻ, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, അതുപോലെ തന്നെ റിസർവേഷൻ. ഈ 3 കമ്പൽസറി പ്രൊവിഷനും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് ഉൾപ്പെടുത്തുക. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.